ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഭാസ്കർ മാഷ് ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട്. യോഗം കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങള് സെക്രട്ടറി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട് ഇറക്കി കെട്ടി നിർമ്മിച്ചിട്ടില്ല, അതുപോലെ മറ്റനധികൃത നിർമ്മാണങ്ങളില്ല. സത്യമാണ് നിങ്ങൾ പറയുന്നത്. ആ വിധത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ പല കോലത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ പഞ്ചായത്ത് എടുത്തിട്ടുള്ളത് വാഴക്കാട് പഞ്ചായത്തിലെ ത്രൂഔട്ട് മെയിൻ റോഡ് കവർ ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം. ആ തീരുമാനം നേരത്തെ ഇവിടെ ഭരണസമിതിയിലേക്ക് അത് അജണ്ടയായി വരുന്നതിന്റെ മുന്നേ വരേണ്ട ചില ഫോറങ്ങളുണ്ട്. ആ ഫോറങ്ങളിലൊക്കെ വന്ന് അവിടെയൊക്കെ അത് ഓതറൈസ് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷമാണ് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പൊ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും നടപടികളും ഒക്കെ അതുവഴി നടക്കും. ഇത് ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ, അതുപോലെ തന്നെ വ്യാപാരികൾ ഉൾപ്പെടെ പൊതുജന സമൂഹം എന്ന് പറയുമ്പം അവിടെ വ്യാപാരികളെ മാറ്റി നിർത്തൂലല്ലോ, ബിൽഡിംഗ് ഓണേഴ്സിനെ മാറ്റി നിർത്തൂലല്ലോ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ മാറ്റി നിർത്തൂലല്ലോ. ഇവരെല്ലാവരും കൂടുന്ന ഒരു സമൂഹമാണ് പൊതുസമൂഹം എന്ന് പറയുന്നത്. ആ പൊതുസമൂഹത്തിന്റെ വാല്യുബിൾ ആയിട്ടുള്ള റൈറ്റ് ആയിട്ട് അവരുടെ മൗലിക അവകാശമാണ് പബ്ലിക് പ്ലേസസിന്റെ മേലുള്ള അവരുടെ ഉടമസ്ഥാവകാശം. അത് കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ തീരുമാനം, ഇവിടുത്തെ ഈ യോഗത്തിന്റെ തീരുമാനം. അത് ആരെങ്കിലും അന്യായമായി കൈവശം വെച്ച് അത് കൈയടക്കി വെച്ച് പോകാം എന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണം എന്ന് വളരെ വിനീതമായി നിങ്ങൾക്ക് കൂടി വേണ്ടി നിങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന് ഈ അനന്തമായി സമയം വെച്ച് നീട്ടിക്കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം നേരത്തെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നോട്ടീസ് കിട്ടിയിട്ടും നടപടികളൊന്നും ആവാതെ ഇങ്ങനെ അവിടെ ഈ എന്താ പറയാ ഈ അടയിരിക്കുന്നത് പോലെ അടയിരുന്ന് നടന്ന ഒരു കാര്യം ഇനി ഇത് വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല എന്ന പൂർണ്ണമായ ബോധ്യത്തിലാണ് സമയബന്ധിതമായി നടപടിക്രമങ്ങൾ അത്രയും പാലിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ടീസ് പ്രകാരം 235W അല്ലെ സെക്രട്ടറി, ആ സെക്ഷൻ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളിലേക്ക് ഗ്രാമപഞ്ചായത്ത് പോകും. ഒരാളെയും ഇപ്പൊ നേരത്തെ ആരോന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൊളിച്ചു മാറ്റം ഇതിനോട് സഹകരിച്ച് പഞ്ചായത്ത് പറഞ്ഞപ്പോ അങ്ങനെ UK ആണ് പറഞ്ഞു ഞങ്ങളിത് പൊളിച്ചു മാറ്റേണ്ടി വന്നു. വേറെ കുറെ ആളുകൾ ഇനിയും അതിങ്ങനെ പറഞ്ഞു പോയിക്കൊള്ളും എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർ വലിയ വില കൊടുക്കേണ്ടി വരും. സ്വയം പൊളിച്ചു മാറ്റാതെ ഇതിനോടൊരു നിസ്സഹകരണ മനോഭാവം കാണിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് സ്വമേധയാ ഇതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. പഞ്ചായത്ത് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമായി പഞ്ചായത്ത് പോകുമെന്ന് നിങ്ങളെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അറിയിക്കുകയാണ്. പിന്നെ സമയബന്ധിതമായിട്ടാണ്, ഇനിയും ഇതിനൊരു സമയവും സാവകാശവും വെച്ച് തരാൻ കഴിയില്ല. കാരണം പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് അടക്കമുള്ള, അതുപോലെ തന്നെ മുൻഷാദ് അടക്കമുള്ള ആളുകൾ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്തിൽ സെക്രട്ടറി പറഞ്ഞപ്പോ മീറ്റിംഗിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളൊരു റിക്വസ്റ്റ് ചെയ്ത് ആ റിക്വസ്റ്റുകൾ അത്രയും ഞങ്ങൾ കേട്ടിട്ട് ഇപ്പോഴും അതിനനുസരിച്ചിട്ടുള്ള അത് ഉൾക്കൊള്ളാനുള്ള ഒരു സമീപനം എടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനി ഒരു സാവകാശം തരാൻ കഴിയില്ല. കാരണം പരസ്യമായ ആളുകൾ കേൾക്കെ പകൽ വെളിച്ചത്തിൽ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് തിങ്കളാഴ്ച വരെ സമയം തരണം, തിങ്കളാഴ്ച ഞങ്ങൾ ഇത് എടുത്തു മാറ്റിക്കൊള്ളാം. ആയിക്കോട്ടെ, തിങ്കളാഴ്ച നിങ്ങൾ എടുത്തു മാറ്റിക്കൊള്ളേ. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞു പൊളിച്ചു മാറ്റാൻ 20-ാം തീയതി വരെ സമയം വേണം. നിങ്ങളാണ് പറയുന്നത്, ആയിക്കോട്ടെ 20-ാം തീയതി വരെ നമ്മളൊരു സമയം നമ്മൾ കൂട്ടായിട്ട് യോജിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാന പ്രകാരം നമ്മൾ 20-ാം തീയതി അനൗൺസ് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ആർക്കെങ്കിലും ഒരു സംശയമുണ്ട്, എളമരത്തൊക്കെ ഉണ്ടല്ലോ അവിടെ, അതെ എളമരത്ത് എന്നല്ല എരമംഗലത്ത് ഉദയമംഗലത്താണെങ്കിലും അല്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുണ്ടല്ലോ ഈ എളമരത്ത് നിന്ന് വരുമ്പം അതിന്റെ ഒരു ടൂണൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കുള്ളത്ര അല്ലെങ്കിൽ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എവിടെയാണെങ്കിലും
അനധികൃത നിർമ്മാണങ്ങൾ എവിടെയാണെങ്കിലും ഏതവന്റേതാണെങ്കിലും പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് ഞങ്ങളെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, നിങ്ങളെ കൂടി ഭരണസമിതിയാണ്. ആ ഭരണസമിതിക്കുള്ള ഉത്തരവാദിത്വം നീതിപൂർവമായി നടപ്പിലാക്കാൻ ഞങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? നീതിപൂർവമായി നടപ്പിലാക്കാൻ ഞങ്ങൾ ഉണ്ടാവും. അതിനോട് നിങ്ങൾ മാന്യമായി അല്ല നിക്ക് പത്രസമ്മേളനം നമ്മൾ പിന്നെ നടത്താം. അപ്പൊ നമ്മളെ നീതിപൂർവമായി നടത്താൻ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകും, നിങ്ങൾ ഞങ്ങളെ കൂടി ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത് ഇനിയും ഈ അങ്ങാടിയിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊരു സംഘടനാ നേതാക്കന്മാർ എന്നുള്ള നിലക്ക് പരസ്യമായി പറയാണ് ഞങ്ങൾ ഇത് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച, ഇന്ന് വ്യാഴാഴ്ചയാണ്. ഈ വ്യാഴാഴ്ചയും സംഘടനാ നേതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ തന്ന വാക്ക് പാലിപ്പിക്കാൻ അല്ലെങ്കിൽ ആ വാക്കിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ നിങ്ങളുടെ താഴെയുള്ള ആളുകളോട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇപ്പോഴും അന്ന് പറയുന്ന സമയത്ത് എവിടെയാണോ സാധന സാമഗ്രികൾ വെച്ച് കച്ചവടം നടത്തിയത് അവരുണ്ട്. ഞാൻ നിങ്ങളെ അത് നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ യോഗം കഴിഞ്ഞിട്ട് നമ്മളൊരു 4 ആള് പോയി കാണിച്ചു തരാം. ഈ പത്രക്കാരൻ വരട്ടെ എവിടെയാണുള്ളത് എന്നുള്ളത്, ആരെങ്കിലും മാറ്റിനോ ഇല്ല എന്നുള്ളത് കാണിക്കണം. അത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തുടർന്ന് സംസാരിക്കാൻ ജയ്സലിനെ